SSLC ഫലം പ്രസിദ്ധീകരിച്ച അന്നുതന്നെ ടെക്നിക്കൽ വിദ്യാർത്ഥികളുടെ ഫലം പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ എല്ലാവർക്കും SSLC സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിലും ഇവർക്ക് ലഭിച്ചില്ല. മാർച്ച് 15-നകം മാർക്ക് ലിസ്റ്റ് ലഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പലപ്പോഴായി തീയതി മാറ്റുകയല്ലാതെ സർട്ടിഫിക്കറ്റ് മാത്രം ലഭിച്ചില്ല. എനിക്കിപ്പോൾ ഫുൾ A+ ആണ്. എന്നിട്ട് പോലും എനിക്ക് മാർക്ക് ലിസ്റ്റ് എത്തിയിട്ടില്ല. ഇപ്പോൾ ഡിപ്ലോമ വരെ അത് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ +2 അടുത്ത് തന്നെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ എവിടെയും ചേരാൻ പറ്റാത്തൊരു സ്ഥിതിയാണിത്. സംസ്ഥാനത്തൊട്ടാകെ 5000-ഓളം വിദ്യാർത്ഥികളാണ് ടെക്നിക്കൽ സ്കൂൾ പരീക്ഷ എഴുതിയത്. മിക്ക സ്കൂളുകളും 100% വിജയവും നേടി. എന്നാൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും ഉന്നത പഠനം നേടാനാകാത്ത അവസ്ഥയാണ്. ഈ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പോളിടെക്നിക്കുകളെയാണ്. ഏപ്രിൽ 25-ാം തീയതിക്ക് ശേഷമുള്ള എല്ലാ ഡേറ്റുകളും ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്ന ഒരു കളിയാക്കുന്ന ഒരു രീതിയിലുള്ള സംസാരം, ഒരു അവഗണന. പോളിടെക്നിക്കുകളിലെ പ്രവേശനം ഈ മാസം 5-ന് അവസാനിച്ചു. എന്നാൽ ഇവരുടെ പുനഃപരിശോധനാ ഫലം വരുന്നത് ഈ മാസം 8-നും. ടെക്നിക്കൽ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നേരിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ കാര്യങ്ങൾക്ക് മതിയായ വേഗതയുമില്ല. എല്ലാ വർഷവും ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വേഗത കുറവുണ്ടാകാറുണ്ടെങ്കിലും ആദ്യമായാണ് പഠനം അനിശ്ചിതത്വത്തിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുന്നത്. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠനം നിലയ്ക്കുന്ന അവസ്ഥയാണുള്ളത്. മീഡിയ 1 തൃശൂർ.